10-30 കൊല്ലം മുമ്പത്തെ നോർത്ത് ഈസ്റ്റ് ഒണ്ടാരിയോയിലെ സാമാന്യം തിരക്കുള്ളൊരു പട്ടണം. അന്നത്തെ ബിസി കനേഡിയൻ ലൈഫ് സ്റ്റൈലിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നാട്ടിലെ ജനങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ലോകം 21-ാം നൂറ്റാണ്ടിലേക്ക് കുതിക്കുമ്പോൾ ഈ ഒരു പട്ടണം പഴയ ആ 90കളുടെ വിൻറ്റേജ് ലുക്കിൽ തന്നെ തുടരുന്നുണ്ടാവും. ഒരു കാലത്ത് ആളും ബഹളവും നിറഞ്ഞ ഈ പ്രദേശം ഇന്നിപ്പോൾ പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ അവശേഷിപ്പിക്കുന്ന ഇടങ്ങളിലൊന്നായിട്ട് മാറി. പഴയ ഓർമ്മകൾ അവശേഷിക്കുന്ന ഒരു പട്ടണം പുതിയ കാലത്തെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്കൊരു യാത്ര പോയത് 1900s തുടക്കം വരുന്ന ടൗൺ സബാട്ടിക് ക്ലൈമറ്റ് പോകുന്ന വിന്റർ ഇത്തിരി ഹാർഷാണ്. വെറും 6000 ഈ ഒരു ടൗണിൽ നടക്കാനാണ് മനസ്സിലായി. കാരണം കൂടുതൽ സ്ട്രീറ്റുകളും റെസിഡൻഷ്യൽ ഏരിയ എല്ലാ ആളുകളും സ്ഥലമാണ്. 90കളിലെ ആ ഒരു തിരക്ക് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഈ ഒരു ടൗൺ ഞാൻ വെറുതെ പറയാം. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം അന്ന് ഈ കടകളെല്ലാം എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ഇന്ന്. ആ ബോർഡുകൾ വരെ ഏകദേശം അതേ നടന്നതാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തത്. ഈ കാണുന്ന മെയിൻ സ്ട്രീറ്റും അതിനോട് ചേർന്ന് കുറച്ച് ഷോപ്സും ഹോട്ടൽസും അത്രേ ഉള്ളൂ ഈ ഒരു ചെറിയ ടൗൺ. ടൗണിൽ നിന്ന് കുറച്ച് പുറത്തോട്ട് പോകുമ്പോൾ തന്നെ വീടുകളുടെ എണ്ണം വളരെ കുറഞ്ഞു പറഞ്ഞു. ഒരുപാട് ദൂരം പോയാൽ പിന്നെ 1-2 വീടുകൾ കാണാൻ പറ്റും. 1-2 മാസം കൊണ്ടോ വർഷം കൊണ്ടോ രൂപം കൊണ്ടൊരു ടൗൺ അല്ല കോക്കൽ. റെയിൽവേയുടെ വരവോടുകൂടിയാണ് ഈ ഒരു ടൗൺ പെർമനൻറ്റ് സെറ്റിൽമെൻ്റ് ആയതെങ്കിലും അതിന് പിന്നിൽ വേറൊരു കഥയുണ്ട്. അതുവഴിയെ പറയും. 1907 സ്റ്റാർട്ട് ചെയ്ത ഒരു റെയിൽവേ ലൈനാണ് ഇന്നിവിടെ. അന്ന് കാലത്ത് സദേൺ ഒണ്ടാരിയോനെയും നോർത്തേൺ ഒണ്ടാരിയോനെയും ഒരു ഹബ്ബ് പോലെ കണക്ട് ചെയ്യുന്ന സ്ഥലമായിരുന്നു കോക്ലൻ ഫോമായി. മെയിൻ സ്ട്രീറ്റിനോട് ചേർന്നാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. സ്റ്റേഷന് മുമ്പിൽ ഇതൊരു പഴയ സ്റ്റീമിംഗ് മാത്രമാണ്. 1913 മുതൽ 1955 വരെ ഈ റൂട്ടിൽ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ട്രെയിനാണ്. വേറൊരു ഡിസ്പ്ലേ മോഡലല്ലെന്ന് അർത്ഥം. ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് 40-40 കൊല്ലം സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ട്രെയിനാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു കാലത്തെ ചരിത്രം കൂടിയാണ് നമുക്ക് മുമ്പിൽ കാണുന്നത്. ബ്രിട്ടീഷ് ടൈമിൽ നമ്മുടെ നാട്ടിൽ അതിർത്തി മനസ്സിലാകാൻ ഒരുപാട് കാരണങ്ങൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാൻ പറ്റും. കോക്രൻ ഉൾപ്പെടുന്ന നോർത്തേൺ ഒണ്ടാരിയോ പ്രദേശത്ത് 1500കൾ തൊട്ട് തന്നെ അക്കാലത്തെ ഇവിടുത്തെ ഇൻഡിജിനസ് ഗ്രൂപ്പുകളിലൊന്നായ ക്രീ വിഭാഗം ഫർ ട്രേഡിൻ്റെ ഭാഗമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. കാനഡ എന്ന രാജ്യത്തിൻ്റെ ഹിസ്റ്ററി അറിയുമ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ട ഒന്നാണ് ഫർ ട്രേഡ്. 1673 മൂസ്നി എന്ന സ്ഥലത്തിനോട് ചേർന്ന് ഹഡ്സൺസ് ബേ കമ്പനി സ്ഥാപിച്ചതിന് ശേഷം ഇവിടുത്തെ പല പട്ടണങ്ങളും രൂപീകരിക്കപ്പെട്ടു. ഈ മൂസ്നി എന്ന സ്ഥലത്തോട്ട് പിന്നീട് 1930കളിലാണ് കോക്രനിൽ നിന്ന് ഒരു റെയിൽവേ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ട് ഇന്നും ട്രെയിനിൽ പോകാൻ പറ്റും. ഒണ്ടാരിയോ നോർത്ത്ലാൻഡിൻ്റെ ഡയറക്ടേഴ്സ് വന്ന ഈ ഒരു ട്രെയിൻ ഇപ്പോൾ അങ്ങോട്ട് ഗേറ്റ് വേ ഓഫ് ആർട്ടിക്കിളാണ് ഇങ്ങോട്ട് റോഡ് കണക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ട് വിന്ററിൽ ട്രെയിൻ സർവീസ് അറിയുന്നത്. ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഈ കാണുന്ന നോർത്ത്ലാൻഡിൽ നിന്നുള്ള ട്രെയിൻ ഇക്കൊല്ലം അവസാനമാകുമ്പോഴേക്കും ടൊറൻറ്റോന്ന് കോക്രനിലേക്ക് സർവീസ് സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു ട്രെയിൻ സർവീസ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ടൊറൻറ്റോന്ന് ഇവിടെ വന്ന് ഇന്ന് പോളാർ ബെയറിൽ മൂസിനൊക്കെ ഒന്ന് കണ്ടുവരാൻ കുറച്ചും കൂടി ഈസിയാണ്. ഈ കൊല്ലം പറ്റുകയാണെങ്കിൽ ആ യാത്ര ചെയ്യുന്നത് ടൗണിനോട് ചേർന്ന് ഇതൊരു പാർക്കാണ്. നല്ല വിന്ററിൽ സ്നോമൊബീലിനൊക്കെ പറ്റിയൊരു സ്ഥലം. പാർക്കിൻ്റെ സൈഡിൽ നമുക്കൊരു മോണുമെൻറ്റും കാണാം. വേൾഡ് വാർ 1 തൊട്ട് അഫ്ഗാൻ യുദ്ധം വരെ ലോകത്ത് നടന്ന പല യുദ്ധങ്ങളിലും കനേഡിയൻ ആർമി പങ്കെടുത്തിരുന്നു. ആ യുദ്ധങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരിൽ ഇന്നാട്ടിലെ പട്ടാളക്കാരും ഉണ്ടായിരുന്നു. അവരുടെ എല്ലാ ഓർമ്മയ്ക്ക് വേണ്ടി പണിതൊരു മോണുമെൻ്റാണ് ഈ ഒരു മോണുമെൻറ്റ്. അന്ന് ജീവൻ നഷ്ടപ്പെട്ട ഓരോ പട്ടാളക്കാരൻ്റെയും പേരടക്കം നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ ചില ബോർഡുകളിൽ കാണാൻ പറ്റുന്ന ഭാഷകളിലൊന്നാണ് ക്രീ. പണ്ടൊക്കെ ഈ പ്രദേശങ്ങളിൽ കൂടുതലായും ക്രീ എന്ന ഫസ്റ്റ് നേഷൻ ജനതയായിരുന്നു. ഇന്നിപ്പോൾ അവരുടെ സാന്നിധ്യം കുറഞ്ഞു വന്നു. പണ്ടത്തെ അത്രയില്ല, എന്നാലും ഔട്ട്സ്കേർട്സിൽ കുറച്ചൊക്കെ അവരുണ്ട് ഇപ്പോഴും. 2 ദിവസം ഞാനിവിടെ ഉണ്ടായിരുന്നു. ടൗണും ചുറ്റുവട്ടമൊക്കെ ഒന്നും ചുറ്റിക്കറങ്ങാൻ 2 ദിവസം തന്നെ ധാരാളമാണ്. വീഡിയോൻ്റെ തുടക്കം ഞാൻ പറഞ്ഞില്ലേ 90s ആ വിൻറ്റേജ് ലുക്ക്. ഇന്നും മെയിൻ സ്ട്രീറ്റിലെ പല കടകളും ആ പഴയ ലുക്കിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പഴയ ഹോളിവുഡ് സിനിമ സെറ്റിൽ കൂടെ നടക്കുന്ന ഫീലാണ് എനിക്ക് ഈ ടൗണിലൂടെ നടക്കുമ്പോൾ കിട്ടിയത്. കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ആദ്യത്തെ ദിവസം ഞാൻ ടൗണും പാർക്കൊക്കെ കണ്ട് നടക്കുക ചെയ്തത്. രണ്ടാമത്തെ ദിവസം നമ്മൾ പോകുന്ന സ്ഥലമാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ,
നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇത്ര നേരം കണ്ട വീഡിയോയിൽ പല സ്ഥലത്തും പോളാർ ബെയറിൻ്റെ പടങ്ങളും സ്റ്റാച്ചുവും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതിന് കാരണം ഇവിടുത്തെ പോളാർ ബെയർ ഹാബിറ്റാറ്റ് ആണ്. പോളാർ ബെയർസിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു കൺസർവേഷൻ ഏരിയയാണ് ഇവിടുത്തെ പോളാർ ബെയർ ഹാബിറ്റാറ്റ്. ഹാബിറ്റാറ്റിൻ്റെ ഫ്രണ്ട് ഓഫീസിനോട് ചേർന്ന് ഒരു സ്നോമൊബൈൽ മ്യൂസിയം ഉണ്ട് ഇവിടെ. സബാർട്ടിക് ക്ലൈമറ്റ് ആയതുകൊണ്ട് സ്നോഫോൾ കൂടുതലുള്ള സ്ഥലമാണ് കോക്രൻ. അതുകൊണ്ട് തന്നെ വിൻ്റർ ആയ ഇവിടുത്തെ ഒരു മെയിൻ ആക്ടിവിറ്റിയാണ് സ്നോമൊബൈലിംഗ്. ഓൾമോസ്റ്റ് 650 കിലോമീറ്റർ നീട്ടത്തിലുള്ള സ്നോമൊബൈൽ ട്രെയിൽസ് ഉണ്ട് ഇവിടെ. ടൊറൻറ്റോയിലെ ആവറേജ് ആനുവൽ സ്നോഫോൾ 120 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടുത്തെ ഏകദേശം 3 മീറ്ററാണ്. പണ്ടൊക്കെ മഴക്കാലമായി കഴിഞ്ഞാൽ വാഴപ്പിണ്ടിയും വെട്ടി ചങ്ങാടുണ്ടാക്കി പാടത്തും കുളത്തിലും കളിക്കാറിറങ്ങുന്ന പോലെ വിൻ്റർ ആയി കഴിഞ്ഞാൽ ഈ നാട്ടുകാർ സ്നോമൊബൈൽ എടുത്ത് നേരെ മഞ്ഞിലോട്ട് ഇറങ്ങും. 1950 തൊട്ടുള്ള പല മോഡൽ സ്നോമൊബൈൽസ് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അതും വാങ്ങിയ മിൻറ്റ് കണ്ടീഷനിൽ. മുട്ടറ്റം മഞ്ഞായതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലെ യാത്രയ്ക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയാണ് ഈ സ്നോമൊബൈൽസ് എല്ലാം. ഓണേഴ്സിൻ്റെ പേരും സ്നോമൊബൈൽ മോഡലും പങ്കെടുത്ത കോമ്പറ്റീഷൻ്റെ കൊല്ലവും എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. വർഷത്തിൽ ഭൂരിഭാഗം സമയവും മഞ്ഞൾ മൂടിക്കിടന്നാലും അതിൽ നിന്ന് എൻ്റർടൈൻമെൻറ്റും അഡ്വഞ്ചറും അന്വേഷിച്ച് പോകുന്ന ഇവരെ നമ്മൾ കണ്ടുപഠിക്കുന്നു. പ്രതികൂല കാലാവസ്ഥകൾ ഇത്രയ്ക്കൊന്നും ഇല്ലാത്ത നമ്മുടെ നാട്ടിലും അപകടം കുറഞ്ഞ സ്പോർട്സ് ആൻഡ് റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് കൊണ്ടുവന്നാൽ നല്ലതാവില്ലേ? ഇനി ഗവൺമെൻറ്റായിട്ട് ചെയ്തില്ലെങ്കിലും ചെയ്യാൻ വരുന്നവരെ മടുപ്പിക്കാതിരുന്നാലും മതി. എന്താ ഇതിൽ നിങ്ങളുടെ അഭിപ്രായം? അങ്ങനെ നടക്കുമ്പോഴാണ് വേറൊരു ഐറ്റം കണ്ടത്. ബാറ്റ് മൊബൈൽ ഡിസൈൻ ചെയ്ത ജോർജ് ബാരിസിൻ്റെ മറ്റൊരു ക്രിയേഷൻ. 1971 ഉണ്ടാക്കിയ ഈ സ്നോമൊബൈലിൻ്റെ പേര് ബിഗ് ആൽ എന്നാണ്. 4 എഞ്ചിനും 340 ഹോഴ്സ് പവർ ഉള്ള ഒരു സ്നോമൊബൈൽ. അങ്ങനെ സ്നോമൊബൈൽ മ്യൂസിയത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ പതുക്കെ അപ്പുറത്ത് റൂമിലോട്ട് പോയി. പോളാർ ബെയർസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാനഡയിൽ 3 തരം കരടികളാണുള്ളത്. കമ്പാരിറ്റീവ്ലി സൈസ് കുറഞ്ഞ ബ്ലാക്ക് ബെയർ, സാമാന്യം വലിപ്പമുള്ള ഗ്രിസ്ലി, കരയിലെ തന്നെ ഏറ്റവും വലിയ പ്രിഡേറ്ററായ പോളാർ ബെയർ. ഈ 3 സ്പീഷീസിൻ്റെ ഒരു സൈസ് കമ്പാരിസൺ ഇവിടെ നിന്ന് നമുക്ക് ഏറെക്കുറെ മനസ്സിലാവും. ഇപ്പോൾ ഈ ഹാബിറ്റാറ്റിൽ 2 പോളാർ ബെയർസ് ആണുള്ളത്. ക്യൂബക്കിലെ ഒരു സൂവിൽ ജനിച്ച് 17 വയസ്സുള്ള ഗാനക്കും ഓസ്ട്രേലിയയിലെ ഒരു മെറീൻ പാർക്കിൽ ജനിച്ച് 13 വയസ്സുള്ള ഹെൻറി എന്ന് പറഞ്ഞൊരു പോളാർ ബെയറും. അങ്ങനെ കാഴ്ചകൾ കണ്ട് ഞാൻ പുറത്ത് പാർക്കിലോട്ട് ഇറങ്ങി. 24 ഹെക്ടറിലാണ് ഈ ഒരു കൺസർവേഷൻ സ്ഥിതി ചെയ്യുന്നത്. ടൊറൻറ്റോയിൽ നിന്ന് ദൂരം കുറച്ച് കൂടുതലാണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണേണ്ട സ്ഥലമാണ് പോളാർ ബെയർ ഹാബിറ്റാറ്റ്. അങ്ങനെ അന്വേഷിച്ച് വന്ന 2 പേരിൽ ഒരാൾ നമ്മുടെ മുന്നിൽ വന്നു. ടൊറൻറ്റോ സൂവിൽ ഇതിനു മുമ്പ് പോളാർ ബെയറിനെ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റിനോട് സാമ്യമുള്ള സ്ഥലത്ത് വെച്ച് ഇതാദ്യമായിട്ടാണ് കാണുന്നത്. കരയ്ക്ക് മുകളിൽ ജീവിക്കുന്ന പ്രഡേറ്റേഴ്സിൽ ഏറ്റവും വലിപ്പം കൂടിയ ജീവിയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോളാർ ബെയർ. ഞാനിവിടെ എത്തിയ ടൈമിൽ ഇവരിൽ ഒരാൾ കുറച്ച് ആക്റ്റീവായിരുന്നു. മറ്റാളെ കുറച്ച് അന്വേഷിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ കാണാൻ പറ്റിയത്. വിസിറ്റേഴ്സ് കൂടുതലുള്ള ടൈമാണെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫ് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ടൈമിലാണെങ്കിൽ ഒരു ആക്ച്വൽ സൈസും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗ്ലോബൽ വാർമിംഗ് കാരണം ഇന്ന് പല ആർട്ടിക് പ്രദേശങ്ങളും മഞ്ഞുരുകിക്കൊണ്ടിരിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ വൈൽഡിൽ ജീവിക്കുന്ന പോളാർ ബെയർസിൻ്റെ നിലനിൽപ്പ് ലേശ അപകടത്തിലാണ്. കൺസർവേഷൻ മെഷേഴ്സൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ അതിന് നമ്മുടെയും കൂടിയും കരുതൽ കുറച്ച് കൂടുതൽ വേണം. സീസൺ സമയമാണെങ്കിൽ ഈ കാണുന്ന ഗ്ലാസ്സിനപ്പുറം പോളാർ ബെയർസ് നീന്തുന്ന കാണാൻ പറ്റും. ഞാൻ പോയ ടൈമിലൊട്ടും തിരക്കില്ലാത്തതുകൊണ്ട് ആ കാഴ്ച കാണാൻ പറ്റിയില്ല. ഹാബിറ്റാറ്റിനോട് ചേർന്ന് ഒരു ഹെറിറ്റേജ് വില്ലേജ് ഉണ്ട്. 1900s തുടക്കം നോർത്തേൺ ഒണ്ടാരിയോയിലെ ജീവിത രീതി എന്തായിരുന്നു ആ മോഡലിൽ ഒരുക്കി വെച്ച ബിൽഡിങ്സൊക്കെ കാണാം. ഞാൻ പോയ സമയത്ത് പക്ഷേ സീസൺ അല്ലാത്തതുകൊണ്ട് ആ ഏരിയ ഒക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് അധികം കാണാൻ പറ്റിയില്ല. അവിടുത്തെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നപ്പോഴേക്കും മഴ തുടങ്ങി. പിന്നെ അധികം നേരം ഞാൻ അവിടെ കറങ്ങാൻ നിന്നില്ല. മഴയായ സ്ഥിതിക്ക് പുറത്തു പോയി ഒരു കോഫി കുടിച്ചാലോ എന്ന് ആലോചിച്ചപ്പോഴാണ് വേറൊരു കാര്യം പറഞ്ഞല്ലോ എന്ന് ഓർത്തത്. കാനഡയിലെത്തി കോഫി എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മുടെയൊക്കെ മൈൻഡിലേക്ക് വരുന്ന പേരാണ് ടിം ഹോർട്ടൻസ്. അത് ഈ ഒരു ടൗണിൽ വന്നിട്ടാവുമ്പോൾ പറയാണ്ടിരിക്കാനും പറ്റില്ല. നമ്മുടെ ടിം ഹോർട്ടൻസ് ബ്രാൻഡിൻ്റെ കോഫൗണ്ടറായ മൈൽസ് ഗിൽബർട്ട് ടിം ഹോർട്ടൻ ജനിച്ച നാടും കൂടിയാണ് കോക്രൻ. ഇന്ന് ടൗണിനോട് ചേർന്ന് ഒരു ഇവൻറ്റ് സെൻറ്ററും മ്യൂസിയം ഒക്കെ ഉണ്ട്. അങ്ങനെ ഈ ഒരു വിൻറ്റേജ് ടൗണിനോട് യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങി വിലപിടിപ്പുള്ള ഹിസ്റ്ററി സൂക്ഷിക്കുന്ന നോർത്തേൺ ഒണ്ടാരിയോയിലെ മറ്റൊരു ടൗണിലോട്ട്. ഈ ഒരു ടൗണിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ പറയണം. യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. ചരിത്രം ഉറങ്ങുന്ന നോർത്ത് ഈസ്റ്റേൺ ഒണ്ടാരിയോയിലെ ഒരു കാലത്ത് ഗോൾഡ് മൈനിങ്ങിന് പേര് കേട്ട
കിർക്ക്ലൻഡ് ലേക്ക് എന്ന് പറഞ്ഞ വേറൊരു ടൗണും അതിനോട് ചേർന്നുള്ള മറ്റു ചില കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ടേക്ക് കെയർ എവ്രി വൺ. സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ഫോർ നൗ.